ഒരു പാട്ട് പാടണമെന്ന് ദാസേട്ടൻ പറയുമ്പോൾ ദാസേട്ടൻ മനസ്സിൽ ആദ്യം വരുന്നൊരു പാട്ടുകാരിക്കും ദാസേട്ടൻ? ആരെങ്കിലും പറയാം ദാസേട്ടൻ ഒന്ന് പാടണം എന്ന് പറഞ്ഞു വരുന്നത്? ദാസേട്ടൻ ആദ്യം പറയുമല്ല, നമുക്ക് പിന്നെ പാടാം എന്നൊക്കെ പറഞ്ഞാലും എന്നാലെന്നാ പാടിക്കളയാമെന്ന് പറയും. പെട്ടെന്ന് ചിലപ്പോൾ കുറച്ച് ഞാൻ നോക്കും എന്ത് ടൈപ്പ് പീപ്പിൾ ആണെന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് കുറച്ച് പ്രായമൊക്കെ ചെന്നിട്ട് നല്ല കുറച്ച് ഭക്തിയും ഒരു ഇതൊക്കെ ഉള്ള ഒരു ആളുകളാണെങ്കിൽ ഐ വിൽ ചൂസ് ദാറ്റ്. ആ ശ്ലോകം പാടി ഞാനങ്ങ് രക്ഷപ്പെടും. ഈ രക്ഷപ്പെടലാണല്ലോ ഇതിൻ്റെ ഉദ്ദേശം. യോഗീന്ദ്രാണെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ പതുക്കെ പാടിക്കഴിഞ്ഞാൽ അവർക്കും തൃപ്തിയായി, എനിക്കും തൃപ്തിയായി. അപ്പം അതുകൂടാണ്ട് ചിലപ്പോൾ പെട്ടെന്നല്ല എന്തെങ്കിലും ഒരു സിനിമ പാട്ട് വേണമെന്നുള്ളൊരു ഒരു വേറൊരു ഗ്രൂപ്പാണെങ്കിൽ മിക്കവാറും താമസം എന്തേ വരുവാൻ, അല്ലെങ്കിൽ മിക്കവാറും താമസം അല്ലെങ്കിൽ അല്ലിയാമ്പൽ, ഈ 2 പാട്ടായിരുന്നു എൻ്റെ, അല്ലെങ്കിൽ മാണിക്യവീണ ഇങ്ങനെയായിരുന്നു. കാരണം മാണിക്യവീണ ആദ്യത്തെ എനിക്ക് അവാർഡ് തന്ന ഒരു പാട്ടാണ്. ഇത് ആദ്യമായിട്ട് കേരള ഇതിൻ്റെ. ദാസേട്ടന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടണം പറഞ്ഞ് ദാസേട്ടനോട് ചോദിച്ചാൽ എന്താ പറയും? ദാസേട്ടനെ ബുദ്ധിമുട്ടിക്കാണെന്ന് വിചാരിക്കരുത് ദാസേട്ടൻ. ഇത് തന്നെ ഇപ്പോൾ എനിക്കിഷ്ടമായിട്ട് പറയാനിപ്പോൾ ഒരുപാട് പാട്ടുകൾ അത് മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷേ മലയാളത്തിലാണെങ്കിൽ നാദബ്രഹ്മം, അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഏതെന്താണ് അല്ലല്ല, ദക്ഷിണാമൂർത്തി സ്വാമി ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രേം നസീറാണ് അതിൽ ആക്ട് ചെയ്തത്. മനസ്സിലുണരു ഉഷസന്ധ്യയായി, അതൊക്കെയാണ് ആ ക്ലാസ്. അതൊക്കെ അവിടെയൊക്കെയാണ് ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് എനിക്ക്. അവിടെയൊക്കെ അവരെയൊക്കെ ഗുരുക്കന്മാരായിട്ട് തന്നെ കാണുന്നുള്ളൂ. ദേവരാജ് മാഷാണെങ്കിലും ദക്ഷിണാമൂർത്തി സ്വാമി ആണെങ്കിലും ബാബുരാജാണെങ്കിലും. അന്ന് ഞാൻ വളർന്നു വരുന്നു എന്നൊന്നും ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടായിരുന്നതായിരിക്കും. അതൊന്നും അറിയാതെ നമുക്കുള്ള കഴിവുകളുണ്ടെന്ന് അവരറിഞ്ഞുകൊണ്ട് നമ്മളത് ഫോം ചെയ്യാൻ വേണ്ടി സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരിക, അവിടെയൊക്കെ സ്വാമി പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ നമുക്ക് മറക്കാനൊക്കില്ല.